വെൽക്കം ടു റോഷ്നീസ് വ്ലോഗ്. ഇന്ന് നമ്മൾ അറബിക് ഡിഷായ ചിക്കൻ മജ്ബൂസ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 കിലോ വീതമുള്ള 2 ചിക്കനാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്കിതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് അല്പം ഉപ്പും നാരങ്ങാനീരും കൂടെ ഒന്ന് പുരട്ടി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഈ നാരങ്ങാനീരൊക്കെ യൂസ് ചെയ്ത് കഴുകുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ചിക്കൻ്റെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് മാറിക്കിട്ടും. നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാലയെല്ലാം തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ വെക്കാം. പാൻ ചൂടായി വന്നതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ആണ് ചേർക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ ഒരു 3-4 ഗ്രാമ്പു, ഒരു 4-5 ഏലക്ക, പിന്നെ 2-3 ബേ ലീവ്സ്, പിന്നെ 2 തക്കോല, പിന്നെ 2-3 പീസ് കറുവപ്പട്ട, പിന്നെ നമ്മുടെ കുരുമുളക് 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് സവോളയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ സവോള ഒന്ന് ചെറുതായിട്ട് വാടട്ടെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 8 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിക്ക് വഴണ്ടി വീഴുന്ന ആ മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് മാഗി ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ്റെ ഫ്ലേവർ ആണ് എടുത്തേക്കുന്നത്. നമ്മൾ 2 ചിക്കനാണ് എടുത്തേക്കുന്നതുകൊണ്ട് 2 മാഗി ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മജ്ബൂസിന് അധികം മസാലയൊന്നും ആവശ്യമില്ല. എന്നാലും നമുക്ക് ഒരല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. അത് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഈ കപ്പിൽ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്കൊരു 6 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 ഉണക്ക നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഇരുന്ന് വേട്ടെ. അപ്പം നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഒരു സോസ് ഉണ്ടാക്കണം. അപ്പം അതിൻ്റെ പേര് ദkkous എന്നാണ്. അപ്പം നമുക്ക് ദkkous റെഡിയാക്കാം. നമ്മുടെ ദkkous ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ടൊമാറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ദkkous ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സവോള ചോപ്പ് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വെളുത്തുള്ളിയും ഒരു 4 പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു ചിക്കൻ്റെ ഫ്ലേവറുള്ള മാഗി ക്യൂബാണ്. അത് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആണ്, അതും കൂടെ നമുക്കിപ്പം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂട് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് അതൊന്ന് കുറുക്കിയെടുക്കാം. നമുക്കിനി ചിക്കൻ വെന്തോന്ന് നോക്കാം. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കുക. നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് കഴിഞ്ഞു. ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. അപ്പം നമ്മുടെ തക്കൂസും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിക്കൻ ഇപ്പം സ്ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞു. അപ്പം നമുക്ക് ആ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 3 കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്. ഒരു 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പം ഈ വെള്ളം ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പം അതിനു മുമ്പ് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പം റൈസ് ഞാൻ കഴുകി ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി റൈസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് റൈസ് ഇനി മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ചിക്കനിലോട്ട് കുറച്ച് മസാല ഒന്ന് തേച്ച് കൊടുക്കാം. ഞാൻ ചിക്കനെല്ലാം എടുത്ത് നമുക്ക് ഗ്രില്ല് ചെയ്യേണ്ട പാനിലോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഞാൻ പാലിനകത്ത് കുങ്കുമപ്പൂ ഇട്ട് വെച്ചതാണ്. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കനിലോട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് ഒന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനകത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ സ്റ്റൗവിൽ ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഓവൻ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 10 മിനിറ്റ് ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ മജ്ബൂസ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കടലപ്പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുക്കറും യൂസ് ചെയ്യാം. ഞാനിപ്പം ഈ പാത്രത്തിനകത്താണ് വേവിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം ഗ്രില്ലായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കടലപ്പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഇച്ചിരി റൈസിൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പം നമ്മുടെ റൈസിൻസ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കപ്പ് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സവോള അല്പം വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സവോളയും കടലയും കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ഉപ്പും ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സവോളയും കടലയും നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് റൈസ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. കളറിന് വേണ്ടിയിട്ട് ഞാൻ കുങ്കുമപ്പൂ പാലിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യം അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിന്റെ മേലോട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ മജ്ബൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം മസാലയൊന്നും ഇല്ലാത്ത മജ്ബൂസ് ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.